ആകാശത്തിലേക്ക് വിടർന്നു നിൽക്കുന്ന ശിഖരങ്ങളുള്ള കൊമ്പുകളുള്ള അടി ഉറച്ചു നിൽക്കുന്ന ഒരു മരം. എല്ലാ സമയവും അതിന്റെ പഴവർഗ്ഗങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. നല്ല വാക്കുകൾ, കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനങ്ങൾ. അങ്ങനെയാണ് ശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹീമിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു അഅറാബി കടന്നു വരുന്നു. അഅ്തിനി മിമ്മാലില്ലാഹി അല്ലദീ അഅതാക്, മുഹമ്മദ് നബിയെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്കല്പം തന്നേക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിൽ കിടക്കുന്ന പുതപ്പിങ്ങട്ട് വളരെ പെട്ടെന്ന് പിടിച്ചു വലിച്ചു. നമ്മളൊരു നനഞ്ഞ മുണ്ട്, ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് ഒരു നനഞ്ഞ മുണ്ട് തോളിലിട്ടിട്ട് അതൊരാൾ പിടിച്ചു വലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഗതിയിലാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അയാൾ പെരുമാറിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ചു വലിച്ചു. നോക്കുമ്പോൾ അറാബിയാണ്. ഫതബസ്സമ ഫീ വജ്ഹിഹി റസൂലുള്ളാഹ്, ആ മനുഷ്യന്റെ മുഖത്തേക്ക് പുഞ്ചിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെങ്ങനെ മുന്നോട്ട് പോവാൻ, തോളിൽ ഇതുപോലെ മുണ്ടിട്ട് പോവാൻ, ബാക്കിൽ നിന്ന് ഒരാൾ വലിച്ചു. നമ്മൾ തിരിഞ്ഞു നോക്കുന്ന മുഖത്തിന്റെ സ്റ്റൈൽ എന്തായിരിക്കും? നമ്മൾ എങ്ങനെയൊക്കെ തിരിഞ്ഞു നോക്കുക? പിന്നെ നോക്കുമ്പോൾ കാര്യപ്പെട്ട ആളാണ്, അപ്പം മുഖമൊക്കെ മാറും. പക്ഷെ ആദ്യം നോക്കുന്ന നോട്ടം ഫതബസ്സമ റസൂലുള്ളാഹ്, പിന്നിലേക്ക് നോക്കുന്നതിന്റെ മുമ്പേ പുഞ്ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ മുഖം തിരിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചിരിക്കുന്നത് ഏതോ ഒരു മനുഷ്യൻ, അറാബിയാണ്. എന്താ ചോദിച്ചെന്നറിയോ? സൂറിയെന്നല്ല, ഈ പിടുത്ത് വലിച്ചിട്ട് അഅ്തിനി മിമ്മാലില്ലാഹി അല്ലദീ അഅതാക്, അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് എനിക്കിങ്ങ് തരൂ നബിയേ. ഫഇന്നക ലാ തുഅ്തീനി മിൻ മാലിക വലാ മിൻ മാലി അബീക, മുഹമ്മദ് നബിയെ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ഉപ്പയുടെ സ്വത്തോ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്, അല്ലാഹു തന്ന സ്വത്തല്ലേ എനിക്കിങ്ങോട്ട് തന്നേക്കണം. കടം വാങ്ങിച്ചത് തിരിച്ചു ചോദിക്കാൻ വന്നതല്ല ഇത്, വെറുതെ തരുമെന്ന് ചോദിക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പിരിവ് പോലെ ശ്രദ്ധിക്കാം. അങ്ങനെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ വളരെ മയപ്പെട്ട്, എന്താ ആചാര്യ സുഖം തന്നെയല്ലേ, കച്ചവടക്ക റാഹത്ത് തന്നെയല്ലേ, കുട്ടികൾക്കും മക്കൾക്കൊക്കെ, എന്നിട്ട് റെസീറ്റ് കാണിച്ചു കൊടുക്കുക. ഇതങ്ങനെ ഒന്നുമില്ല, ഒരു ആമുഖമില്ല, പിടിച്ചു വലി. നെഞ്ചത്തിൽ ഇടി കൊടുത്തിട്ട് തെരി പൈസ എന്ന് വെച്ചാൽ ആരെയും കൊടുക്കുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹുവിന്റെ സമ്പത്ത് തന്നെയാ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സമ്പത്ത് അല്ലാഹുവിന്റേതാണ്, നിന്റേതല്ല. അള്ളാന്റെ സമ്പത്തല്ലേ നബി, നിങ്ങളതൊന്നും അല്ലല്ലോ തന്നേക്കിൻ. വലാകിന്നഹു സയുഖാദു മിൻക യാ അറാബി, അറാബി, നിങ്ങളോട് പ്രതികാരം ചെയ്യപ്പെടും, ഇതിന് പകരം പ്രതികാരമുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ലാ, അത് പറ്റൂല, എന്നെ പിടിച്ചു വലിച്ചതിന് പകരം നിങ്ങളെ ഞാൻ പിടിച്ചു വലിക്കുന്നതായി പറയുന്നത്, അത് പറ്റില്ല. അതെന്തേ? ഫഇന്നീ സമിഅതു, ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ, അന്നക ലാ തുസീഉ ഇലാ മൻ നസാഅ ഇലൈക, നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് നിങ്ങൾ മോശമായി പെരുമാറുന്ന ആളല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെപ്പറ്റി. പിന്നെ നിങ്ങളെങ്ങനെ എന്നോട് പ്രതികാരമെടുക്കുക? ഇപ്പൊ ഒന്നും ചെയ്യാൻ വയ്യല്ലോ. നബി തങ്ങളൊന്നും പ്രതികാരമെടുക്കാൻ തീരുമാനിച്ചതുമല്ല. തങ്ങൾ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വാ, ഖുദ് മാ ശിഇത വദഅ മാ ശിഇത, വേണ്ടതെടുത്തോ, നിനക്ക് വേണ്ടാത്തവിടെ വെച്ചോ, എടുത്തോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എടുക്കാൻ ഏതാനും കാരക്കകളെ കാണും. ചിലപ്പോ ചില മുന്തിരി, ഉണക്കമുന്തിരി കാണും, ഒരൽപ്പം, 1, 2, 3. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു അനുഭവത്തിൽ തന്നെ ഒന്നൊരു യാചകൻ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മുന്തിരി എടുത്ത് കൊടുത്തു. അപ്പൊ യാചകൻ ചോദിച്ചു, എന്താ ആയിഷ ബീവി, ഒരു മുന്തിരി കൊണ്ടൊക്കെ എന്താവാനാ? ഇന്ന് 10 രൂപ കൊടുത്താൽ കണ്ടോട്ടെ, യാചകന്മാരൊക്കെ പറയില്ലേ, 10 കൊടുത്താൽ തന്നെ എങ്ങനെയാ പറയാ? ഒരു മുന്തിരി കൊടുത്തപ്പോ ആയിഷ ബീവി, ഒരു മുന്തിരിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുനാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കം ഫീഹാ മിൻ മസാഖീലിൽ ഖൈർ, എത്രയേറെ മിസ്ഖാലുകൾ അതിനുള്ളിലുണ്ട്, എത്രയധികം ചെറു ചെറു അണുകൾ
ചെറിയ ചെറിയ ആറ്റങ്ങൾ, കണികകൾ ഇതിലുണ്ടെന്നറിയുമോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു നന്മ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? ഒരു മുന്തിരിയിൽ എത്ര അണുമണികളുണ്ട് എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. ചെറുതല്ല എന്ന് പറയാം. അന്ന് അതേ ഉള്ളൂ വീട്ടിൽ. അതാണ് അവസ്ഥ. നബി തങ്ങൾ കൊണ്ടുപോയി ചോദിച്ചു, വേണ്ടതെടുത്തോളൂ, നിങ്ങൾക്ക് വേണ്ടാത്തവിടെ വെച്ചോളൂ. അയാൾ കുറെ തപ്പി നോക്കി, എന്തൊക്കെയോ ചില സാധനം കിട്ടി. സന്തോഷായില്ലേ? അദ്ദേഹം പറഞ്ഞു, ജസാകല്ലാഹു ഖൈറൻ മിൻ അഹ്ലിൻ വഅശീറ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു നന്മ ചെയ്യട്ടെ. ജസാകല്ലാഹു ഖൈറൻ മിൻ അഹ്ലിൻ വഅശീറ. നിങ്ങൾക്കും കുടുംബത്തിനും അല്ലാഹു നന്മ ചെയ്യട്ടെ എന്ന് ഈ അറാബി പറയുകയും ചെയ്തു. ഞങ്ങൾ ചോദിച്ചു, സന്തോഷായില്ലേ? ആ, സന്തോഷായി. ഞങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്റെ തോളിൽ നേരെ പിടിച്ചു വലിച്ചില്ലേ എന്റെ വസ്ത്രം? പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അള്ളാന്റെ സമ്പത്ത് തരും നബിയെ, അത് നിങ്ങളുടേതോ നിങ്ങളുടെ ഉപ്പയുടേതോ അല്ലല്ലോ എന്ന്. ശരിക്കും പച്ചമലയാളത്തിൽ അർത്ഥം വെക്കുമ്പോ അങ്ങനെയല്ല പറയാ, അല്ലേ? അങ്ങനെയല്ല പറയാ. എന്റെ ഉപ്പയുടെ ശിരസ് എന്നൊന്നും പറയില്ലല്ലോ. പച്ചമലയാളം വേറുണ്ടല്ലോ ഇതിന്. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ അനുയായികളായ സ്വഹാബികൾ അത് കേട്ടപ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്റെ അനുയായികൾക്ക്, നബിക്കല്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അയാളോട്, അവർക്ക് കിട്ടേണ്ടത് കിട്ടി. നിങ്ങൾ എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ അത് കണ്ടിട്ട് എന്റെ സ്വഹാബികൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ നല്ല വാക്ക് നിങ്ങൾ അവരോടൊന്ന് പോയി പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും. ഒന്ന് പറഞ്ഞൂടെ? ഓക്കെ നബിയെ, ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. എന്നാ വാന്ന് പറഞ്ഞു. പള്ളിയിലേക്ക് ചെന്നു. സ്വഹാബികളെല്ലാരും വന്നിരിക്കുന്നു. പിന്നെ ഈ മനുഷ്യൻ നേരത്തെ വന്നിട്ട് എന്നോട് ചില മോശമായ വാക്കുകൾ പെരുമാറുകയും ചില അപമര്യാദയുടെ പെരുമാറ്റങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോ നിങ്ങൾക്ക് ഇയാളോട് ഒരൽപ്പം വിഷമം തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ ഇപ്പോൾ സന്തുഷ്ടനാണ്, അല്ലേ? അതേ നബിയെ, എന്നാ പറഞ്ഞാട്ടെ, എന്താ നിങ്ങൾ മറുപടിയായി എന്നോട് പറഞ്ഞത്? ജസാകല്ലാഹു ഖൈറൻ മിൻ അഹ്ലിൻ വഅശീറ. നബിയെ, നിങ്ങൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കുമെല്ലാം അല്ലാഹു നന്മ ചെയ്യട്ടെ എന്ന് ഞാനതിന്റെ മറുപടിയായി പറയുന്നു. എല്ലാരും കേട്ടില്ലേ സ്വഹാബികളെ? കേട്ടു. വിഷമല്ലല്ലോ ഇയാളോട്? ഇല്ല. നിങ്ങൾക്ക് ഇവരോടുണ്ടോ? ഇല്ല, എനിക്ക് അവരോടും ഇല്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ മസലീ വമസലു ഹാദർ റജുൽ. എന്റെയും നിങ്ങളുടെയും ഈ മനുഷ്യന്റെയും മസലുക്കും നിങ്ങളുടെയും ഈ മനുഷ്യന്റെയും ഉദാഹരണം കസ്വാഹിബി ബഈരിൻ, ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ പോലെയാണ്. നല്ലൊരൊട്ടകം, അയാൾ നോക്കി നടക്കുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം ഒരു സമയം വിരളി പിടിച്ചു ഓടിപ്പോകുന്നു. ജനങ്ങളെല്ലാവരും ഒട്ടകത്തിന്റെ പിന്നാലെ. ഒട്ടകത്തെ പിടിക്കാൻ കിട്ടുന്നില്ല. ഒട്ടകം ഓടുകയാണ്. ആളുകൾ അടിക്കുന്നുണ്ടതിനെ, മണ്ണെടുത്ത് വാരിയെറിയുന്നുണ്ട്, കല്ലെടുത്തെറിയുന്നുണ്ട്. ഒട്ടകം നിൽക്കുന്നില്ല. ആ സമയത്താണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഈ സംഗതി കാണുന്നത്. അയാൾ ഒരൽപ്പം പുല്ലെടുക്കുകയും വളരെ ദൂരത്ത് നിന്നൊരു ശബ്ദമുണ്ടാക്കി ആ ഒട്ടകത്തിന് പുല്ല് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് ഒട്ടകത്തെ വളരെ ശാന്തമായി മാടി വിളിച്ചു കൊണ്ടുവരുന്നു. ഒട്ടകം പറഞ്ഞത് കേൾക്കുന്നു. നാട്ടുകാര് പിന്നാലെ ഓടിയപ്പോ ഒട്ടകം കേട്ടില്ല. ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന ചില ട്രിക്ക് വാക്കുകൾ ഉണ്ടാവുമല്ലോ, മൃഗങ്ങളോടൊക്കെ ഉപയോഗിക്കുന്ന, അതും പറഞ്ഞ് ഈ പുല്ലങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ഒട്ടകം വരികയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ദഊനി അന വദാബതി അന അലമു ബദാബതി. ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, എന്നെയും എന്റെ ഒട്ടകത്തെയും വിട്ടേക്കൂ. എന്റെ ഒട്ടകം എന്ത് പറഞ്ഞാലാണ് കേൾക്കുക എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടകത്തെ അയാൾ കൊണ്ടുവരുന്നത്. അമാ ഇന്നി ലൗ തറക്തുകും അലാ ഹാദൽ അറാബി. ഈ അറാബിയായ മനുഷ്യന്റെ വിഷയം നിങ്ങളോട് ഞാൻ പൊരുത്തപ്പെടിക്കാതെ, നിങ്ങളോട് ഈ മനുഷ്യന്റെ സത്യാവസ്ഥ പറഞ്ഞു തരാതെ, ആ മനുഷ്യൻ നിങ്ങളെ വെറുപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തത് നിങ്ങളോട് തിരുത്തിത്തരാതെ ഞാൻ വിടുകയായിരുന്നുവെങ്കിൽ ലദറബ്തുമൂ, നിങ്ങൾ ഇയാളെ അടിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോയി അയാൾ സന്തുഷ്ടനായതും നബിയോട് നന്ദി പറഞ്ഞതും നിങ്ങൾ കേട്ടില്ലായിരുന്നെങ്കിൽ നബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പരമാർത്ഥം നിങ്ങൾ അയാളെ പിടിച്ചടിക്കുമായിരുന്നല്ലേ.
ഫഔജഅതുമൂഹു നിങ്ങൾ ഇയാളെ വേദനിപ്പിക്കുകയും ചെയ്യും. ഫദഹബ മിൻ ഇൻദികും അലാ കുഫ്രിഹി എന്നിട്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഫമാത ഫദഖലന്നാർ അങ്ങനെ മരിക്കുകയും അയാൾ നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അതില്ലാതിരിക്കാനാണ് ഈ മനുഷ്യനോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യം വന്ന് തുറന്ന് പറയിപ്പിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാദേശികമായി ചില നാടുകളിലൊക്കെ പല വിഷയങ്ങളുണ്ടാവും. പാർട്ടികളിലും സംഘടനകളിലൊക്കെ ഒരാളോടുള്ള സംഘടനയിലെ ഒരാളോടോ രണ്ടാളോടുള്ള ദേഷ്യം കൊണ്ട് സംഘടന വിട്ടുപോകുന്നവരുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മഹല്ല് വിട്ടുപോകുന്നവരുണ്ടാകും. ഒന്നോ രണ്ടാളോടെ പ്രശ്നം ഉണ്ടാവുള്ളൂ. തങ്ങൾ പറയാ, ഈ മനുഷ്യനെ നിങ്ങൾ അടിക്കുകയും അയാളെ വേദനിപ്പിക്കുകയും ചെയ്ത് ആ മനുഷ്യൻ നാളെ ഇസ്ലാമെന്ന് പുറത്തുപോയാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല ഒരു വാക്ക് ദാനമാണ്. നല്ല നിലയിൽ പെരുമാറാൻ. ഈ മനുഷ്യൻ ഇങ്ങനെ മോശമായി ഇങ്ങോട്ട് പെരുമാറിയപ്പോ നബി തങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? പിന്നെ നിങ്ങൾ എന്നോട് നന്ദി പറഞ്ഞു, ശരി തന്നെയാണ്, പക്ഷേ നാട്ടുകാരായ സ്വഹാബികളൊന്നും ഇത് കേട്ടിട്ടില്ല. അവർക്ക് നിങ്ങളോട് എപ്പോഴും ദേഷ്യം ഉണ്ടാവും. ഒന്ന് അവരോടൊന്ന് പറഞ്ഞേക്കിൻ, ഞാൻ സന്തുഷ്ടനാണെന്ന്. അത് തിരുത്തി പറയിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ജീവിതം പഠിപ്പിക്കുന്ന പാഠമാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിന്ന് ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്. അൽ കലിമത്തു ത്വയ്യിബ, നല്ല വചനങ്ങൾ, നല്ല വാക്കുകൾ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.